വേനൽ കഴിഞ്ഞ് മഴയായല്ലേ. മഴ വരുമ്പോഴും വെയിൽ വരുമ്പോഴും ഒക്കെ നമുക്ക് കുറച്ചധികം ക്ലീനിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസും ആണെങ്കിലും പല രീതിയിലാണ്. ഇപ്പോൾ വേനലിൽ വരുന്നതല്ല, തണുപ്പിന് വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലെ പണികളൊക്കെ തീർക്കാനും അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് മാറ്റുവാനൊക്കെ സാധിക്കുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു എണ്ണ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കാച്ചുന്ന ഒരു എണ്ണയാണ്. ഒരു 10-15 വർഷമായിട്ട് വിദേശത്ത് വരും അറബികളാണ് ഇത് വാങ്ങുന്നത്. അത്രത്തോളം സെയിലുള്ള ഒരു എണ്ണയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ എൻ്റെ ഇൻബോക്സിൽ വന്ന് ഓരോ കമൻസ് പറയുമ്പോഴും എനിക്കുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഓരോ ടിപ്സും ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും വളരെ സന്തോഷമായി. അതുപോലെ തന്നെ ഞാൻ ജെന്യുവനായിട്ട് പറയുന്നു, ഈ ഒരു എണ്ണ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കട്ടെ. പല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരൻ, അതുപോലെ ഉറക്കമില്ലായ്മ, നര പെട്ടെന്ന് വരാതിരിക്കുവാനും ഈ എണ്ണ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുമ്പോൾ അത് വളരെ നല്ലതാണ്. ഈ വീഡിയോയിൽ ഞാൻ എണ്ണനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നതാണ്. ഇതൊരു 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നത്. അത്രയും സമയമെടുത്താണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചുന്നത്. ഇതിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നമ്പറിൽ 9048023377 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് ത്രൂ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്യുക, വിളിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. മേടിച്ചിട്ട് ഓരോരുത്തർക്ക് കിട്ടുന്നേ ഉള്ളൂ. വ്യാഴാഴ്ച ഇട്ട വീഡിയോയിൽ എത്തിക്കഴിഞ്ഞ് എല്ലാവരും റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ. നമുക്ക് നമ്മളുടെ ടിപ്സിലേക്ക് പോയാലോ. ആദ്യമായിട്ട് ഇതുപോലെ ഒരു കുപ്പി എടുക്കുക. നീട്ടമുള്ള കുപ്പിയല്ല, ഇതുപോലെ വീതിയുള്ള കുപ്പി എടുക്കുക. എന്നിട്ട് ഇതുപോലെ 4 ഓട്ട ഇട്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു പശയെടുത്ത് ഇതുപോലെ ഒരു സ്ക്രബ്ബർ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പല തലവേദന ജോലികളും എളുപ്പമാക്കാനായിട്ട് സാധിക്കും. ഒരു നുള്ള് ലിക്വിഡ് സോപ്പും നാരങ്ങയുടെ തൊലിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നാരങ്ങയുടെ തൊലി ഇടുന്നതിൻ്റെ കാര്യം അതിൻ്റെ ഒരു ഫ്രഷ് നല്ല മണവും അതുപോലെ തന്നെ ക്ലീൻ ആകാനും വളരെ നല്ലതാണ്. അത് നമുക്ക് ഇതുപോലുള്ള സിങ്കുകൾ ഒക്കെ കഴുകാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ലിക്വിഡിൽ മുക്കി കഴുകുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കിച്ചൺ സിങ്ക് ആകട്ടെ, ഏതൊരു സിങ്കും, എന്നിട്ട് നമ്മളിത് കഴുകി പിഴിഞ്ഞ് ആ മൂടിയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് മഴക്കാലം വരുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ കബേർഡിൻ്റെ സൈഡിലൊക്കെ പൂപ്പൽ പോലെ പിടിക്കുക, മാറാല പെട്ടെന്ന് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ കളയാൻ വെച്ചേക്കുന്ന എന്തെങ്കിലും ഒരു തുണി എടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാനെടുത്തേക്കുന്നത് ടീഷർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു കോട്ടൺ തുണി എടുക്കുക. എന്നിട്ടൊരു ഇതുപോലത്തെ മോപ്പിൻ്റെ എന്തെങ്കിലും ഒരു കോലെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളുടെ കബേർഡിൻ്റെ പുറമേ, അകത്തൊന്നുമല്ല പുറമേ നമ്മൾ ഇതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ മാറാല വരില്ല. അതുപോലെ തന്നെ ഒരു ഈർപ്പത്തിൻ്റെ ഒരു മണം വരില്ലേ, അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സഹായിക്കും. ഇതുപോലെ നൊറിഞ്ഞ് എടുത്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ നല്ല ടൈറ്റിന് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കൊണ്ട് നല്ല പോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ലൂസായി പോയി കഴിഞ്ഞാൽ അത് തുണി നല്ല പോലെ തന്നെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലിക്വിഡ് കൂടി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ആ ഒരു ലിക്വിഡിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തറയൊക്കെ തുടച്ച് കഴിഞ്ഞാലും ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പ് വരിക, ഈച്ച വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല. കണ്ണീച്ച, കൊതുക്, അതുപോലെ തന്നെ ചെറുപ്രാണികൾ, പാറ്റ, ഇവയ്ക്കെല്ലാം ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു ലിക്വിഡ്. ആ ഒരു ലിക്വിഡും കൂടി റെഡിയാക്കുക. അപ്പം നമ്മൾ ഇതുപോലെയും കൂടെ ഒരു ടൈറ്റ് ചെയ്ത് റോംബർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് കേട്ടോ. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ പച്ച കർപ്പൂരം എടുത്താലാണ് അത് കൂടുതൽ എഫക്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു കർപ്പൂരം എടുത്തേക്കുന്നത്. പച്ച കർപ്പൂരത്തിനാണ് ഗുണം കൂടുതലായിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചാലേ അത് മിക്സ് ആവുള്ളൂ. എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നമ്മളുടെ മാറാല വരുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഒരു തരി മാറാല പോലെ, ഇപ്പം മഴക്കാലം ആകുമ്പോൾ ഈർപ്പത്തിൻ്റെ സ്മെല്ലില്ലാണ്ടിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു കുറച്ചൊരു കർപ്പൂരം ഇട്ട് വെള്ളം മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വീട് കർപ്പൂരത്തിൻ്റെ ആ ഒരു മിശ്രിതം ഇട്ട് വീട് തുടക്കുന്നത് വളരെ നല്ലതാണ്. അണുക്കളെ നശിപ്പിക്കുവാനും ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരാനും വളരെ വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ കർപ്പൂരവും ഉപ്പും. ഇവ രണ്ടും നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കബോർഡും അതുപോലെ തന്നെ വാതിലുകളും ജനാലകളും എല്ലാം നല്ലതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ അത് ഒരു പൂപ്പൽ വരികയോ പൂപ്പലിൻ്റെ മണം വരികയോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ നമ്മൾ വീട് എപ്പോഴും ഇരിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മളുടെ ടൂത്ത് പേസ്റ്റ് നമ്മൾ എത്രത്തോളം നമ്മൾ ഇത് എടുക്കാൻ പറ്റും അത്രത്തോളം നെക്കി എടുക്കുമല്ലോ. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഇതുപോലെ ഒരു ടിക് ടാക്ക് ഇട്ട് കൊടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും നല്ല പോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. കട്ട് ചെയ്ത് എടുക്കേണ്ട കാര്യമൊന്നുമില്ലാതെ. അടുത്തതായിട്ട് മഴക്കാലം ആകട്ടെ വേനലാകട്ടെ നമ്മുടെ വാതിലുകൾ വന്ന് അടിയുന്ന അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ വാതിൽ അടച്ച് കളയുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ കളയാൻ വെച്ചേക്കുന്ന ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ആ ഒരു ട്യൂബ് ഇതുപോലെ ഒന്ന് മടക്കുക കേട്ടോ. നല്ലതുപോലെ മടക്കിയതിന് ശേഷം ഒരു വാതിലിൻ്റെ ആ ഒരു സൈഡിലേക്ക് നമ്മൾ ഇതൊന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി. വാതിൽ അടഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടി വേണ്ട. കുട്ടികളുള്ള വീട്ടിലാണെങ്കിലും വളരെയധികം ഡേഞ്ചറാണ്. ഈ വാതിൽ അടച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലോക്കൊക്കെ ഫുള്ള് പൊട്ടിക്കാനും പിടിക്കാനൊക്കെ നിൽക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്ത് നോക്കട്ടെ, നല്ല എഫക്റ്റീവാണ്. എൻ്റെ ചെറിയ മോനുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ കുട്ടികൾ എത്ര വലിച്ചാലും ആ ഒരു ഡോറ് അനങ്ങൂല കേട്ടോ. എത്ര വലിച്ചാലും അത് അനങ്ങൂല, അവിടെ തന്നെ നിൽക്കും. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളയുന്ന ട്യൂബ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാമെന്ന് അറിഞ്ഞില്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കുട്ടികളുള്ള വീട്ടിൽ വളരെ യൂസ്ഫുള്ളാണ്. ഇത് പേടിക്കുകയും വേണ്ട. അത് എന്താണ് പറയുക, ഓപ്പണാക്കി വായിലിടുക ഒന്നുമില്ല, അത് അനങ്ങൂല. നമ്മൾ വലിയ ആൾക്കാർ തന്നെ പിടിച്ച് വലിച്ച് മാറ്റിയാൽ മാത്രമേ അത് മാറുള്ളൂ. അത്രയും ടൈറ്റിൽ അത് അവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. അടുക്കള വാതിൽ അടഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുള്ളവർക്കാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കളയുന്ന ഒരു ട്യൂബ് കൊണ്ട് ഇതുപോലെ ഒരു യൂസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനി മഴക്കാലം വരുമ്പോൾ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവും. അതിലേറ്റവും വലുതാണ് കഫക്കെട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ. സ്കൂളിൽ കുട്ടികൾ പോകാൻ തുടങ്ങിയാൽ ഫസ്റ്റിലേ വരുന്ന ഒരു അസുഖമാണ് കഫക്കെട്ട്. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്, 2 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, എന്നിട്ട് അത് നല്ലതുപോലെ ചതച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ 2 ആൾക്കാണെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടണം. നാരങ്ങ 1/2 കഷ്ണമാണ് എടുക്കുന്നത്. അത് തൊലിയോടുകൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞ് ആ തൊലിയോടുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഒരാൾക്ക് ഒരു 3 നേരം കുടിക്കുന്ന ഒരളവാണ് ഞാനീ പറയുന്നത്. ഒരു 3/4 ഗ്ലാസ് വെച്ചിട്ട് ഒരു നേരം കുടിക്കുക. ഒരു 3 നേരം ഇത് നിങ്ങൾ കുടിക്കണം. 3 നേരം കുടിച്ച് കഴിയുമ്പോഴേ ആ ഒരു കഫം അലിഞ്ഞ് നമുക്ക് ഒന്നില്ലെങ്കിൽ മോഷനിലൂടെയോ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്തോ നമ്മൾ ആ കഫം പൂർണ്ണമായിട്ട് പോകാനായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പോൾ തലവേദനയൊക്കെ കഫക്കെട്ട് കൊണ്ട് വരുന്നവരാണെങ്കിലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ജലദോഷം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരിയ ചൂടോടുകൂടി നല്ലതുപോലെ തിളപ്പിച്ച് എടുത്തതിന് ശേഷം നേരിയ ചൂടോടുകൂടി തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ ഒരിക്കലും തിളപ്പിക്കരുത്. അപ്പോൾ ആ മഞ്ഞളുടെ ഗുണം പോകുന്നതാണ് കേട്ടോ. അധികം നമ്മൾ മഞ്ഞൾ വേവിക്കാൻ പാടില്ല. വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം പോകും. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ നമ്മളിവിടെ തേനും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കഫം നല്ലപോലെ മെൽറ്റാകാൻ സഹായിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ.
അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി കൊടുക്കരുത്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം കുട്ടികൾക്ക് കൊടുക്കാവുള്ളൂ. മുതിർന്നവർക്കാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് കഫക്കെട്ടും ജലദോഷമൊക്കെ വരുമ്പോൾ തന്നെ ഇത് ചെയ്യുക. ഭയങ്കരമായിട്ട് കൂടിയതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് രാത്രി കിടക്കുമ്പോൾ ശ്വാസം മുട്ടണ പോലെ കഫം വന്ന് തിങ്ങിയിട്ട് നെഞ്ചത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മെഴുകുതിരി എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, പച്ചക്കർപ്പൂരം എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ആ കർപ്പൂരം ആ വെളിച്ചെണ്ണയിൽ മിക്സ് ആകണം കേട്ടോ. മിക്സ് ആയാൽ മാത്രമേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു മിക്സ് ആകുമ്പോൾ ഒരു പുക വരും, ആ ഒരു ചൂടാകുമ്പം അത് നമ്മൾ ശ്വസിക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് മൂക്കടപ്പ് ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. നമ്മളത് ഇങ്ങനെ ശ്വസിച്ച് ആവി പിടിക്കുന്ന പോലെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പം കഫം വന്ന് തിങ്ങിയിട്ട് തലവേദനയൊക്കെ ഉള്ള സമയത്തും ഈ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ആ ഒരു കർപ്പൂരം ഫുള്ളായിട്ട് മെൽറ്റായി കഴിയൂലേ, മെൽറ്റായി കഴിയുമ്പോൾ അതിൽ നിന്നൊരു പുക വരും. ആ ഒരു പുക നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ ഈ തലവേദന, കഫം വന്ന് തിങ്ങിയിട്ടുള്ള തലവേദന, ആ കഫം അലിഞ്ഞു പോകാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ആ തലവേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. കണ്ടില്ലേ, ഇപ്പോൾ കർപ്പൂരം ഫുള്ളായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുക പോലെ ദേ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ശ്വസിക്കുക, ഇങ്ങനെ വലിച്ചിങ്ങനെ നമ്മൾ ശിരസിലേക്ക് കയറ്റുമ്പം ആ ഒരു കഫം മെൽറ്റായി പോകാൻ സഹായിക്കും. ഇനി ഇത് നമ്മൾ ഈ ചൂടോടുകൂടി നമ്മൾ ആ സ്കിന്നിലേക്കൊന്നും തൊടാൻ പാടില്ല. ആ കർപ്പൂരം നല്ലപോലെ മെൽറ്റായിട്ട് നമ്മൾ ഇതൊന്ന് നേരിയ ചൂട് കേട്ടോ, ഭയങ്കര ചൂടല്ല, നേരിയ ചൂടിൽ നമ്മൾ പുരട്ടാവുന്നതാണ്. അത് പുരട്ടുന്നത് നെഞ്ചത്ത് നല്ല പോലെ തന്നെ പുരട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്കും നല്ല ആശ്വാസം ഉണ്ടാകും. ജോയിൻറ്റ് പെയിന്, നമുക്ക് ഏതൊരു വിധേനയുള്ള ജോയിൻറ്റ് പെയിനില്ലേ, ചിലവർക്ക് കുറേ നേരം നിൽക്കുമ്പോൾ വരും, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ട് വരും, പല രീതിയിൽ ജോയിൻറ്റ് പെയിൻ വരും. ചില ദിവസങ്ങൾ കുറേ നടക്കുമ്പോൾ മസിൽസ് പെയിൻ വരും. അതിനൊക്കെ ഈ ഒരു എണ്ണ നിങ്ങൾ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തു നോക്കട്ടോ. എടുക്കുമ്പോൾ പച്ച കർപ്പൂരം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സാധാരണ കർപ്പൂരത്തിന് അത്ര എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പച്ച കർപ്പൂരം തന്നെ എടുത്തിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നെഞ്ചത്ത് ബുദ്ധിമുട്ടുള്ളപ്പോഴും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ മീനും ഇറച്ചിയും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് നമ്മളുടെ കട്ടിംഗ് ബോർഡ് ആകെ ഒരു പഴയ ലുക്കായിരിക്കും അല്ലേ, ഒരു പുതുമ തന്നെ ഉണ്ടാവില്ല. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളുടെ ചെറുനാരങ്ങ നീരും ബേക്കിംഗ് സോഡയും കൊണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്താൽ ഇതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അതിൻ്റെ സ്മെല്ല് തന്നെ നല്ല രീതിയിലാകും. പക്ഷേ ഇത് പുതുമ വരുത്തിക്കുവാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ ചൂടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഉണക്കിയെടുത്താൽ മതി. നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ സൈഡിലൊക്കെ നല്ല ചൂടായിരിക്കുമല്ലോ, മതലിനോട് ചേർത്ത് ഈ ഒരു കട്ടിംഗ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ തന്നെ ഉണങ്ങിക്കിട്ടും. ഇത് മാസത്തിലൊരിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കട്ടിംഗ് ബോർഡ് നല്ല പുത്തനായിട്ട് ഇരിക്കും കേട്ടോ. പഴയതിൻ്റെ ലുക്കേ പോകും. അതുപോലെ തന്നെ അതിലുള്ള ബാഡ് സ്മെല്ലും അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയിട്ട് നല്ല പുത്തനായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ കട്ടിംഗ് ബോർഡ്. മരത്തിൻ്റെ കട്ടിംഗ് ബോർഡാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ മരുന്നിൻ്റെ കവറൊന്നും കളയണ്ട കേട്ടോ. പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യണതൊക്കെ. ഇത് അതിനൊന്നുമല്ല, നമ്മുടെ സോഫയിലൊക്കെ ഉള്ള ബെഡിലാകട്ടെ അലമാരയിൽ ആകട്ടെ, അലമാരയിലൊക്കെ നമ്മൾ ഈർപ്പത്തിൻ്റെ ഒരു സ്മെല്ല് വരും അല്ലേ മഴക്കാലം ആകുമ്പോൾ. അപ്പോൾ ഇതുപോലെയുള്ള കവറാണ് എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് മടക്കാൻ പറ്റുന്ന രീതിയിലുള്ള കവറാണ് എടുക്കേണ്ടത്. അതിന് നമ്മളൊരു മിശ്രിതം റെഡിയാക്കുന്നുണ്ട്. ആദ്യം നമ്മൾ കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. ഇത് സാധാ കർപ്പൂരമാണ്. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ അറിയാലോ, ബാഡ് സ്മെല്ലിനെല്ലാം വലിച്ചെടുത്തിട്ട്
നല്ല ഫ്രഷ് ആക്കാൻ. അതുപോലെ തന്നെ കർപ്പൂരം അതേ ചെറിയ പ്രാണികൾ ഉറുമ്പ് വരിക. ഇപ്പോൾ കുട്ടികളൊക്കെ സോഫമ്മയിലൊക്കെ ഇരുന്നിട്ട് ഓരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് വരിക, അല്ലെങ്കിൽ ഒരു ഈർപ്പത്തിൻ്റെ ഒരു ഇത് മണം വരിക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു മരുന്നിൻ്റെ ഈ ഒരു കവറിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് 4 ഭാഗവും ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ. നല്ല പോലെ തന്നെ ഒട്ടിച്ച പോലെ നമുക്ക് കിട്ടുന്നതാണ്. ഒരു തരി പോലും പുറത്തേക്ക് വരാതെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു കവർ കിട്ടുന്നതാണ്. ഇത് നമുക്ക് കബേർഡിൻ്റെ ഉള്ളിൽ, അതുപോലെ തന്നെ ഷൂവിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും വെക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ 2-3 ഓട്ട ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മളുടെ കർപ്പൂരവും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ആ ഒരു മിശ്രിതത്തിൻ്റെ ഒരു എഫക്റ്റ് വളരെ എഫക്റ്റ് ആണെന്നറിയാമല്ലോ. അപ്പോൾ ഈ മരുന്ന് കവറിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ അവിടെ ഒരു ബാഡ് സ്മെല്ല് വരില്ല കേട്ടോ. ഇതുപോലെ സോഫേൻ്റെ സൈഡിലൊക്കെ ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ട്രിക്ക് അത്ര ഫലിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെടുത്ത് വായിലിടും. കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ അല്ലെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ കബേർഡിൻ്റെ ഒക്കെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. 1 മാസം 2 മാസത്തോളം ഇരുന്നോളും. യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. ഈർപ്പത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും അലമാരകളിലും കബേർഡിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അടുത്തതായിട്ട് കുറച്ച് ആ ഒരു മിശ്രിതത്തിലേക്ക് നമ്മളുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെ മിശ്രിതത്തിലേക്ക് കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ആ ഒരു ബോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ ബെഡിലാകട്ടെ യൂറിൻ പാസ് ചെയ്യുകയോ വെള്ളം വീഴുകയോ ചെയ്താൽ ഈ ഒരു മിശ്രിതം ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട് നമ്മൾ അയൺ ബോക്സ് കൊണ്ട് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടും. ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എല്ലാ ടിപ്സും ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.